പോട്ടെ, മോശയുടെ ചരിത്രത്തെ തൊടുക, ഗൗരവമായിട്ട് തൊടുക. ആമേൻ. മോശേ, ആമേൻ, നീ എൻ്റെ ജനത്തിന്റെ അടുത്തോട്ട് പോകണം. തമ്പുരാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആമേൻ. ആ ദൂതിന് 2 വശങ്ങളുണ്ട്. ഞാൻ ഒരു സൈഡ് മാത്രം പറയാം. എന്താ മക്കളെ നിന്റെ കയ്യിലിരിക്കുന്നത്? പുള്ളി പറഞ്ഞു, ഇതൊരു വടിയാപ്പ. ഏത് മരത്തേന്ന് വിട്ടു അതൊന്നും അറിയത്തില്ല. ആമേൻ. തമ്പുരാൻ ചോദിച്ചാണ്, എന്തിനാടാ നീ ഈ വടിയും കൊണ്ട് നടക്കുന്നത്? മോശ പറഞ്ഞു, തമ്പുരാനെ, ഞാൻ രാജാവിൻ്റെ മകനായിട്ട് കൊട്ടാരത്തിൽ ജീവിച്ചപ്പോൾ എൻ്റെ കയ്യിലൊരു അധികാരത്തിന് വടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് രാജദണ്ഡെന്നാ. നിങ്ങൾ കേട്ടില്ല? അത് മരത്തേന്ന് വെട്ടിയതല്ല, അത് പ്യൂർ സ്വർണമാണ്. ആ വടി ഇങ്ങനെ ഉയർത്തിയാൽ ഈജിപ്റ്റ് മുഴുവൻ നിന്ന് വിറയ്ക്കുമായിരുന്നു. പ്രൈസ് ലോർഡ്. 40 വർഷം ഈ വടിയും കൊണ്ട് നടന്നേച്ച്, ഈ വടി ഇട്ടേച്ച് ഞാൻ കൊലപാതക കുറ്റത്തിൽ പ്രതിയായപ്പോ ഈ വെറുതെ നടന്ന് 40 വർഷം ഇരുന്ന കൈയല്ലേ, വടി ഇരുന്ന കൈയല്ലേ ഇത്. അതുകൊണ്ട് പുള്ളി തന്നെ ഒരു വടി വെട്ടിയതാ. പേന കൈ പിടിച്ച് തിരിക്കാതെ ജോൺ ബ്രിട്ടാസിന് വാർത്ത വരികയല്ലോ. അതിന് ജോൺ ബ്രിട്ടാസിനെ കേട്ടിട്ടുണ്ടോ? ആ ചേട്ടായിക്ക് ഒരു പേന ഇങ്ങനെ പിടിച്ച് തിരിക്കാതെ വാർത്ത വരികയല്ല. എപ്പോഴും പുള്ളിയുടെ ഒരു പേന കാണും. ഞങ്ങളെ പഠിപ്പിച്ചൊരു സാറുണ്ട്. ആ സാർ എപ്പോഴും ടവൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടേ പഠിപ്പിക്കുകയുള്ളൂ. ഈ ടവൽ ഉരുട്ടിയാലേ പുള്ളിക്ക് പഠിപ്പേര് വരുവുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇതായിരിക്കും. ഇതുപോലെ തന്നെ 40 വർഷം വടിയും കൊണ്ട് നടന്ന പുള്ളി ഇനി വടിയില്ലാതെ പുള്ളി, അതുകൊണ്ട് പുള്ളി തന്നെ ഒരു വടി വെട്ടി കൈ പിടിച്ചിരിക്കുക. എം എ വർഗീസ് പാസ്റ്റർ ഒരു മെസ്സേജ് ഞാൻ കേട്ടത്, തമ്പുരാൻ ഈ വടി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മാത്ത് എന്ന് പറഞ്ഞ വാക്ക്, MATH, മാത്ത്. മാത്ത് എന്ന വാക്കിനർത്ഥം രാജദണ്ഡെന്നാണ്. വെട്ടിയത് മരത്തെ നിന്നും ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലാനും കുത്തി നടക്കാനും അല്ലാതെ ഒരു പ്രയോജനമില്ലെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നിട്ടും പുള്ളി ആ വടിയെ അപമാനിച്ചില്ല. ആ ഉണക്കവടിയെ നോക്കി പുള്ളി പറഞ്ഞു, ഇത് രാജദണ്ഡാണ്. 40 വർഷം പറഞ്ഞു കഴിഞ്ഞപ്പോ 41ാമത്തെ വർഷം വടി രാജദണ്ഡായി മാറുകയാ. സാഹചര്യത്തെ പഴിക്കാതെ നീ വിശ്വാസം പറയാമെങ്കിൽ, കമാൻ കമാൻ, സാഹചര്യത്തെ പഴിക്കാതെ എന്റെ സഭ വളരും, എന്റെ തലമുറ വളരും, എന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, എന്റെ മിനിസ്ട്രി വലുതാകും, ദൈവം എന്നെ ഉപയോഗിക്കും, എന്റെ തലമുറ ശാപമല്ല, എന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. നീ വിശ്വാസം ഇത് രാജദണ്ഡാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. തമ്പുരാൻ പറഞ്ഞു, വടി താഴെ ഇട്. വടി താഴെ ഇട്ടപ്പോ ഈ വടി ചാടിക്കേറി പാമ്പായി. നിങ്ങൾ ഇന്ന് കേട്ടില്ല? 40 വർഷം മിസ്രൈമിൽ നിന്ന കാലത്ത് അവർ സേവിച്ച ആ സാധനം ഒറ്റ സെക്കൻഡ് കൊണ്ട് മോശയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, വടി പാമ്പായിട്ട് നിൽക്കുക. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, മോശ ഓടാൻ ഒരുങ്ങിയെന്നാണ്. നിങ്ങൾ കേട്ടില്ല? മോശ ഓടാൻ ഒരുങ്ങിയെന്നാണ്. നിങ്ങൾ ഇച്ചിരി ആഴത്തിൽ കേൾക്കാവോ? എന്താ മോശേ? പണ്ട് മിസ്രൈമിട്ട് ഇടിച്ച നീ എന്താ ഇപ്പൊ ഓട്ടക്കാരനായത്? പണ്ട് ആരടാ എമ്പടാ എന്ന് ചോദിക്കാൻ ഇടനെഞ്ച് കരുത്തുള്ള നീ എങ്ങനെയാടാ ഓട്ടക്കാരനായത്? മോശ പറയോ, അത് കഴിഞ്ഞ 40 വർഷത്തെ പരിചയമാ. കഴിഞ്ഞ 40 വർഷമായി ഞാൻ ഓട്ടവാ, ഞാൻ ഓടുകയാ. എന്നാൽ 81ാമത്തെ വയസ്സിൽ തമ്പുരാൻ പറഞ്ഞു, തിരിഞ്ഞു നിൽക്കടാ. ഹല്ലേലൂയ. ആമേൻ. തിരിഞ്ഞു നിൽക്കടാ. എനിക്കറിയില്ല, ആരുടെയോ സീസൺ ചേഞ്ച് ആകുകയാ. നീ എന്തിന്റെ മുമ്പിൽ നിന്ന് ഓടിയോ അതിലേക്ക് തിരിഞ്ഞു നിൽക്ക. നല്ലപോലെ ആരാധിക്കുക, നല്ലപോലെ ആരാധിക്കുക. തമ്പുരാൻ ആരോടോ പറയുന്നു, ഓടുന്ന സീസൺ കഴിഞ്ഞു. തിരിഞ്ഞു നിൽക്ക്. നാഗശക്തിയോട്, പൈശാചിക മണ്ഡലത്തോട്, ശാപത്തോട്, പോരാട്ടത്തോട് തിരിഞ്ഞു നിൽക്ക്. നിങ്ങൾ എത്ര പേര് ആ ദൂത് അതുപോലെ അകത്തോട്ട് പിടിക്കുന്നുണ്ട്? കഴിഞ്ഞ കുറെ വർഷങ്ങൾ നിങ്ങളുടെ വീടിന്റെ സാഹചര്യങ്ങൾ നിങ്ങളൊരു പേടിത്തൊണ്ടനാക്കിയിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ച കുറെ പെയിൻ, വേദനകൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മനോബലം കുറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉൾക്കരുത്ത് താന്നിട്ടുണ്ട്, നിങ്ങളുടെ ബലമില്ലാതെയായിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഈ ഉപവാസം എല്ലാ വർഷവും നടത്തുന്നത് കൊണ്ട് നടത്തിയതാണെന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. ചിലതിനെ ദൈവം തിരിക്കാൻ പോയാ.
ചിലതിനെ യേശുവിന്റെ നാമത്തിൽ ആ ദൂത് പിടിക്കാമെങ്കിൽ പിടിക്ക. നിന്റെ സീസൺ, നിന്റെ സീസൺ. ഓ ധാരാ മന നല്ലപോലെ അന്യഭാഷ പറ. ദൈവം നിന്നെ തിരിക്കാൻ പോകയാ. ദൈവം നിന്നെ നാളെയല്ല, ഒരു തീ പോലെ ദൈവ സാന്നിധ്യം ഇപ്പോൾ ചിലതിന്റെ മേൽ വീഴട്ടെ. ദൈവം നിന്റെ സീസണ് നിങ്ങളെ വാക്കൊന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ. തമ്പുരാൻ പറഞ്ഞ വാക്കാ, ഓടരുത്, ഓടരുത്. കഴിഞ്ഞ 40 years നീ ഓടിയതാണ്. ആമേ, വീടിന്റെ പ്രശ്നം കണ്ട് നീ ഓടി, രോഗം കൊണ്ട് ഓടി, ഫിനാൻഷ്യൽ ക്രൈസിസ് കണ്ട് നീ ഓടി, വിദ്യാഭ്യാസം തകർന്നത് കണ്ട് നീ ഓടി, ആമേ, ചുറ്റുപാടുമുള്ള പ്രോബ്ലങ്ങളെ കണ്ട് നീ ഓടി. സ്റ്റോപ്പ്, ഓട്ടം നിർത്ത്. ചിലതിനോട് തിരിഞ്ഞു നിൽക്കാൻ ദൈവം പറയുകയാ. ദൈവം നിന്നെ വിളിച്ചത് ഒരു പോരാളിയായിട്ടാണ്. തിരിഞ്ഞു നിൽക്ക്, ആമേ, തിരിഞ്ഞു നിൽക്ക്. ഓട്ടത്തിന്റെ സീസൺ കഴിഞ്ഞു. സാഹചര്യങ്ങളോട് തിരിഞ്ഞു നിന്നില്ലെങ്കിൽ ഈ സഭ ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. വെല്ലുവിളികളുടെ മുമ്പിൽ നിന്ന് ഓടിയിരുന്നെങ്കിൽ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. പേഴ്സണെ നോക്കി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒന്നും ഇവിടെ നടക്കത്തില്ലായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ റിവൈവൽ ഉണ്ടാകുന്നുണ്ടോ? തിരിഞ്ഞു നിന്ന മോശമാർ അതിന്റെ പുറകിലുണ്ട്. നല്ലപോലെ കൈയടിച്ച് അമ്മേ, ഇന്ന് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് എവിടെയോ നിന്ന് വന്ന പ്രവാചകനല്ല. ചേഞ്ച് യുവർ മൈൻഡ്. നിന്റെ മനസ്സ് മാറ്റ്, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റ്. അമ്മേ, തിരിഞ്ഞു നിൽക്ക്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ വാക്ക്. ഓട്ടം അവസാനിപ്പിക്കാൻ ഞാൻ ദൈവമക്കളോട് സത്യം പറയാം. നമ്മുടെ ചിന്ത മാറാതെ 1 കോടി യോഗം കൂടിയാലും പ്രയോജനമില്ല. നമ്മുടെ മൈൻഡ് ചേഞ്ച് ആക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. തമ്പുരാൻ മോശയോട് ചോദിച്ചു, ഓട്ടമാണോ? മോശ പറഞ്ഞു, ഓടുക ഓടുക ഓടുക. എന്തിനാ ഓടുന്നത്? പാമ്പ് കടിക്കാതിരിക്കാം. പിടിക്കടാ പാമ്പിനെ, തിരിയടാ, ഓട്ടം നിർത്തടാ. ആമേ, ഇത്രയും നാളും നീ നടത്തിയ ഒളിച്ചോട്ടങ്ങൾ ഇന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേ. ചിലതിനെതിരെ ഞാൻ നിൽക്കാൻ പോവാ. ചിലതിനെ ഇനി മൂവ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. തമ്പുരാൻ പറഞ്ഞ, പിടിക്കടാ അതിന്റെ വാലിനെ. ആമേ, നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഓടാൻ ഒരുങ്ങിയവൻ പോരാളിയായി. ഓടാൻ ഒരുങ്ങിയവൻ പോരാളിയായി. തിരിഞ്ഞു. ഹല്ലേലൂയ. ആമേ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുതുകത്ത് വെടിയേക്കുന്ന ചതിയൻ പടയാളിയല്ല, നെഞ്ചിന് വെടിപിടിക്കുന്ന കരുത്തനായി മോശ മാറുകയാ. തിരിയടാ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. തിരിയടാ. തിരിഞ്ഞ് തമ്പുരാൻ പറഞ്ഞു, പിടിക്കാൻ അതിന്റെ വാലെ പിടിക്ക്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാമോ? ആമേ, 10 മിനിറ്റ് മുമ്പ് തന്നെ പേടിപ്പിച്ച സാധനം തന്റെ കയ്യിൽ ഇപ്പൊ ഒതുങ്ങി കഴിഞ്ഞു. ഓ, നിങ്ങൾ കേട്ടില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, പാമ്പിന് ഫണമില്ല, പാമ്പിന് ചീറ്റലില്ല, പാമ്പിന് എഴയലില്ല. എവിടെ നീ അതിനെ പിടിക്കാൻ തയ്യാറാകുന്നു അവിടെ കൊണ്ട് അതിന്റെ മൂവ്മെന്റുകൾ പുറയ്ക്കാകും. എന്നോട് ദൈവാത്മാവ് ഒരു തലമുറയുടെ ആത്മാവിൽ പറയുന്നു, ഇന്നലെ വരെ നിന്റെ വീട്ടിൽ എഴഞ്ഞതിനെ, ഫണം വിരിച്ചതിനെ, ചീറ്റിയതിനെ തിരിഞ്ഞു നിൽക്കാൻ നീ തയ്യാറായാൽ ഈ മിനിറ്റിൽ വാപൂട്ടി ഇരുന്നേച്ച് ആമേ, പ്രവചനത്തിന്റെ പിൻബലത്തിൽ ജീവിക്കാമെന്ന് വിചാരിക്കരുത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ തിരിഞ്ഞു നിന്ന് വടിയലൊന്ന് പിടിച്ചപ്പോൾ എഴഞ്ഞ പാമ്പ് ചലിക്കാതെയായി.
മോശയുടെ കയ്യിൽ ഒതുങ്ങിയപ്പോ മോശ ഡയറി എടുത്ത് അങ്ങ് എഴുതി വെച്ചു, ആമേൻ, മിസ്രയീമിലെ ശക്തി എന്റെ കയ്യിൽ ഒതുങ്ങും. എന്റെ വീടിന് വരെ പോരാടിയത് എന്റെ കയ്യിൽ ഒതുങ്ങും. അതെന്റെ കയ്യിൽ ഒതുങ്ങും. നല്ലപോലെ അന്യഭാഷ പറ, നല്ലപോലെ. എന്റെ കയ്യിൽ അത് ഒതുങ്ങും. ഞാൻ ഈ പാമ്പിനെ കുറിച്ച് പറഞ്ഞു പോയതുകൊണ്ട് ബൈബിളിലെ 3 വാക്യം പറയാം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. വീട്ടിൽ എപ്പോഴും കള്ളൻ കയറുന്നു. കള്ളൻ കയറുമ്പോഴേ പോലീസിനെ വിളിക്കുന്നു. പോലീസ് ഇപ്പോൾ അവിടുന്ന് ലൈറ്റ് ഇട്ടുകൊണ്ടിരുമ്പം കള്ളൻ വീട്ടിൽ പോകുന്നു. പിറ്റേ ദിവസവും കള്ളൻ കയറുന്നു. ഒരു ദിവസം ഈ പോലീസിനെ വിളി നിർത്തേച്ച് കള്ളൻ 2 പൊട്ടിക്കാൻ നീ തീരുമാനിച്ചു നോക്കിയേ. ഹല്ലേലൂയ. വീട്ടിൽ പോരാട്ടം ഉണ്ടാകുന്നു. ആമ ഓടിച്ചെന്നൊരു പ്രവചനത്തെ കയറി തൂങ്ങുന്നു. പ്രവാചകൻ ദൂത് പറഞ്ഞ് കായംകുളത്ത് ചെന്നു. അവസാനം നീ ഇവിടെ കെട്ടെന്ന് അനുഭവിക്കുക. അതിന് ദൂത് നല്ലതാ. ദൂതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേ, ചേർത്തലയിൽ ഒരു മറുപടി ഇരിപ്പുണ്ടെന്നാ ദൂത് പറയേണ്ടത്. പക്ഷെ ദൂത് ആരെ എടുത്തുകൊണ്ട് ചേർത്തലയിൽ പോകുകയില്ല. അവിടെ ചെല്ലേണ്ട ജോലി നിന്റെയാ. അവിടെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. ആമേ, പൗലൂസിന്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം പാമ്പ് ഇറങ്ങിപ്പോയതല്ല. അച്ഛൻ പെന്തിക്കോസാണോ? എന്താ പിന്നെ ഞാൻ പോയേക്കാന്ന് പറഞ്ഞ് പാമ്പ് പോയതാണോ? അല്ല, പാമ്പ് ചുറ്റിയതാ. പിന്നെ പറഞ്ഞു പോകണമെങ്കിൽ പാമ്പ് ഒരിക്കലും നല്ല മനസ്സോടെ പറഞ്ഞു പോവുകയല്ല. കൊടഞ്ഞു കളയാനുള്ള ശക്തി നിന്റെ മേലുണ്ടാകണം. ഇല്ലെങ്കിൽ അത് നിന്നെ കടിക്കും, നിന്റെ മോനെ കടിക്കും, നിന്റെ മോന്റെ മോനെ കടിക്കും. ഹല്ലേലൂയ. ഞാനേ ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറി വരികയാണ്. പ്ലീസ് നിങ്ങൾ എന്നോട് കൂടെ വരണം. നിങ്ങൾക്ക് അത്യാവശ്യമായി ദൈവം നിങ്ങളെ തൊടുന്നു എന്ന് ചിന്തിക്കുന്നവർ കേട്ടാൽ മതി. ആമേ, അല്ലാത്തൊരു ഞാൻ എന്നാ ചെയ്യാൻ? ഹല്ലേലൂയ. ഏത് ചർച്ച യോധന എന്നാലും ഉറങ്ങുന്ന ഒരു 4 പേര് കാണും. ഒരാവശ്യമില്ല ചുമ്മാ നടക്കുന്ന ഒരു 4 പിള്ളേര് കാണും. നമ്മളെ നോക്കിയിരിക്കുന്നവർ എന്നുവെച്ച് വേറെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില വില്ലന്മാർ അവിടെ കാണും. പിന്നെ എന്നാ കേട്ടാലും കൈയടിക്കുന്ന ഒരു 9 പേര് കാണും. ദൂത് വരുമ്പോൾ പിടിച്ച് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു 10 പേര് കാണും. ഇതെല്ലാം കൂടെ കൂടുന്നതിന്റെ പേരാ സഭ. മൊത്തത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ സ്വർഗത്തിലെങ്ങാനും ചെല്ലുമ്പോൾ വല്ല മാറ്റം ഉണ്ടാവുമായിരിക്കും. പിന്നെ എനിക്ക് മലയാളികളോടുള്ള ഇഷ്ടം, ഉറങ്ങിയാലും തലയാട്ടിക്കൊണ്ടേ ഉറങ്ങുള്ളൂ. അതൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചോണം ഇതെല്ലാം അകത്ത് പിടിക്കണം. ഹല്ലേലൂയ. മോശെ വടിയെ കയറി പിടിക്കാമോ? പിടിച്ചു. വടിയെ കയറി പിടിച്ചപ്പോ വടി. ഞാൻ മോശയോട് ചോദിച്ചു, ഇത്രയും ധൈര്യശാലിയായിട്ട് എന്തിനാ ഓടിയെന്ന്. അതിന് ഞാനൊരു കുഞ്ഞൊരു കാര്യം പറയാം. മോശ പറഞ്ഞു, സുഭാഷേ, കഴിഞ്ഞ 40 വർഷം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന വടിയായത്. രാത്രിയിലെല്ലാം ഈ വടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഈ വടി എന്നോട് ഇങ്ങനെ കാണിച്ചിട്ടില്ല. ആ വടി പെട്ടെന്ന് പാമ്പായി വരുമ്പം പേടിച്ചു പോകുമെന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ നമുക്കെതിരെ തിരിയുമ്പോൾ ഒരു വെപ്രാളം വരും പെട്ടെന്ന്. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, ശുശ്രൂഷയുടെ സമയമായി. ചെറിയ ശുശ്രൂഷയല്ല, ഭയങ്കര ഒരു മിനിസ്ട്രിയുടെ ടൈമായി. പോട്ടെ, മോശ വടിയെടുത്ത് തമ്പുരാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. നേരെ കൊട്ടാരത്തിലേക്ക് പോക്കും. നമ്മൾ ഇനി വളരെ അത്യാവശ്യങ്ങളിലേക്കാണ് ഈ കയറുന്നത്. മോശ നേരെ കൊട്ടാരത്തിൽ ചെല്ലുന്നു, രാജകൊട്ടാരത്തിൽ ചെല്ലുന്നു. മോശ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് ഒരു ഒറ്റ വാക്യം അവിടെ ഇല്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം ഒരു കാര്യം മറച്ചതാ. അത് പിന്നെ ആയുസ്സിൽ പൊങ്ങി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ പൊങ്ങി വരിക. അത് വിശ്വസിച്ചോണ്ട് ആരാധിച്ച്, വിശ്വസിച്ചോണ്ട്. ദൈവം ഒരു കാര്യം എടുത്തു കളഞ്ഞാൽ അതിനെ റിവൈൻഡ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു ഭൂതത്തിനും പറ്റുകയില്ല. ഹല്ലേലൂയ. പോട്ടെ, മോശ അവിടെ നിന്നു. രാജാവിനോട് പറഞ്ഞു, എന്നെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കണം. ഞാൻ അവിടെ ഒരു കൊച്ചു കാര്യം പറയാം. അതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ 1 മണിയാക്കാൻ ഈസിയാ. പറ്റുകയില്ല. എനിക്ക് വേറൊരു സ്ഥലത്ത് ചെല്ലണം. മോശയുടെ ഉള്ളിൽ സത്യം നിങ്ങൾ പറ. മോശയുടെ ഉള്ളിലെ ചിന്ത എന്നാന്നറിയോ? ഞാൻ ഈ വടി അങ്ങോട്ട് കൊണ്ടിടും, വടി ചാടി കയറി ബാക്കി പറ പാമ്പാകും. പെട്ടെന്ന് ഫറവോൻ ചാടി കസേര കയറിച്ച് പറയും, മക്കളെല്ലാം പൊക്കോയില്ല, ഞാൻ ഓട്ടോക്കൂലി കൊടുത്തോളാം, നിങ്ങൾ ഓട്ടോ വിളിച്ച് പൊക്കോളാൻ പറയുമെന്നൊക്കെ ഓർത്താ ഈ പുള്ളി ഇരുന്ന. പക്ഷെ പുള്ളി വടി താഴോട്ട് ഇട്ടപ്പം മന്ത്രവാദിയെ വാ, ശകുനക്കാരാ വാ, ആഭിചാരക വാ, അവരുടെ എല്ലാം കൂടെ വടി. ഇപ്പൊ നിങ്ങൾ എനിക്കെതിരെ നിൽക്കുന്ന പോലെ മോശയുടെ വടിക്കെതിരെ പാമ്പ് നിൽക്കുക.
അന്നേരം മോശ മനസ്സിൽ പറഞ്ഞ, ദൈവമേ, ഞാൻ ഒരു പാമ്പിനെയും കൊണ്ടുവന്നു, ഈ പുള്ളി പാമ്പും കൂട്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്ക് പാമ്പ് ഒരു തമാശയാ. ഈ പാമ്പിനെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അഹരോൻ മോശ എന്നുവെച്ച് അഹരോനോട് ചെന്നേച്ച് പറഞ്ഞു, ചേട്ടായി നമ്മുടെ വടിയെടുത്തോ പോയേക്കാന്ന് പറഞ്ഞു. എവിടെയോ പൈശാചിക പട്ടണൊക്കെ തല പൊക്കിയപ്പോ നിയോഗം അവസാനിച്ച് പാട്ടുപെട്ട് പടക്കി എത്ര മണ്ടന്മാരുണ്ടെന്നറിയോ. അങ്ങനെ ഓടിയ മിനിസ്ട്രി ഇല്ലെന്നേ. ഹല്ലേലൂയ. ഞാൻ ഇച്ചൂടെ പറയാം, നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ? ഹല്ലേലൂയ. മോശയോട് അഹരോനോട് ചെന്ന് ചോദിച്ചു, ചേട്ടായി നമ്മുടെ വടിഞ്ഞെടുത്ത് നമുക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. നമുക്ക് ഫോട്ടോ വെച്ച് പറ്റിയില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാന്ന്. വടിഞ്ഞെടുത്തു നമുക്ക് വിട്ടേക്കാന്ന് പറഞ്ഞ് അന്നേരം അഹരോൻ വടിയോട് പറഞ്ഞു, വടി പറഞ്ഞു ഓടാന്ന് പറഞ്ഞു. എന്റെ കാര്യം എന്നറിയോ, നീ പുറകോട്ട് ഓടിയാലും നിന്റെ അഭിഷേകം പുറകോട്ട് വരികയില്ല. ഞാനൊരു പ്രവചനം പറയാൻ പോവാ. നീ പുറകോട്ട് പോകാൻ തീരുമാനിച്ചിടത്ത് നിന്റെ അഭിഷേകം മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയാ. ഹല്ലേലൂയ. നീ ഏത് വീടിന്റെ അകത്തുനിന്ന് പുറകോട്ട് പോകാൻ തീരുമാനിച്ചോ, അവിടെ നിന്റെ അഭിഷേകം മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയാ. ഒറ്റ സെക്കൻഡ് കൊണ്ട് മുഴുവൻ പാമ്പിനെയും വിഴുങ്ങി. ഇനി ഞാൻ അടുത്ത ഭാഗത്തോട്ട് കയറും. ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ആത്മാവ് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവിടുന്ന് മുൻപോട്ട് പോകുന്നു. ബാക്കി ബാധകൾ 10, കടിഞ്ഞൂലിന്റെ സംഹാരം. ഈ കടിഞ്ഞൂലിന്റെ സംഹാരം വരുമ്പോൾ ഇനി അത്യാവശ്യമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം. ഇവിടെ മോശ അനുഭവിച്ച ഏറ്റവും വലിയ സംഘർഷം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യരോടെല്ലാം വേഗം എഴുന്നേറ്റ് ഒരുങ്ങടാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? അനുസരിക്കുന്നവരാണെങ്കിൽ പറ ഒരുങ്ങും. ഇപ്പൊ ബീച്ചാൻ പറയാ, നമ്മളെല്ലാവരും കൂടെ ഒരു വഴിക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുങ്ങടാന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? ഒരുങ്ങും. പക്ഷേ ചർച്ചിന്റെ സെമിത്തേരി കിടക്കുന്ന ഏതോ ഒരു അച്ചായന്റെ അസ്ഥി ഒരുങ്ങുകയില്ല. കേട്ടില്ല. കാര്യം മാംസം ഉരുകി, അതിന്റെ ഞരമ്പില്ലാതെയായി, അതിന്റെ ജീവൻ സോള് അതിന്റെ മാംസം മുഴുവൻ ഇല്ലാതെയായി, അസ്ഥി അവിടെ കിടക്കുന്ന. മോശയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് മാത്രം പോകാൻ പറ്റുകയില്ല. ആ കല്ലറ കിടക്കുന്ന യോസഫ് അങ്കിളിന്റെ അസ്ഥിയും കൂടെ എടുക്കണം. ഹല്ലേലൂയ. പറഞ്ഞാൽ ഒരുങ്ങുന്നവരുണ്ട്, 10 ലക്ഷം പേര് അല്ലെ 20 ലക്ഷം പേര്. എന്നാൽ കമാൻഡ് ചെയ്താൽ എഴുന്നേറ്റ് വരാൻ മേലാത്ത അസ്ഥി അവിടെ കിടപ്പുണ്ട്, അത് എടുക്കണം. നിങ്ങൾ കേട്ടില്ല, അത് എടുക്കണം. എനിക്ക് എന്നോട് ദൈവാത്മ വളരെ ആഴമായിട്ട് പറയുന്നു, ഒരിക്കലും എടുക്കാതിരിക്കാൻ പിശാച് ലോക്ക് ചെയ്തതിനെ മാന്തി എടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകയാ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ആ വാക്ക് അങ്ങനെ തന്നെയാ, അതൊരു പ്രവചനമാ. ആമേൻ. ഒരിക്കലും എടുക്കാൻ മേലാത്ത രീതിയിൽ പിശാച് ലോക്ക് ചെയ്തിട്ടതിനെ മാന്തി എടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകയാ. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു മിസ്രൈമിലെ ഒരു കിങ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഹൗസിലെ ആള്, ഒരു മന്ത്രിയുടെ കല്ലറ നോർമലി ഇരിക്കുന്നത് 40 ഏക്കറിനകത്താണ്. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ലോകത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ശവമടക്ക് ഈജിപ്ഷ്യനിലെ രാജാവിന്റെ ഫറവോന്റെ അധികാരിയുടെ കുറഞ്ഞത് 500 കോടി രൂപയൊക്കെയാണ് ഒറ്റ പിരമിഡിന്റെ ചെലവ്. ഒരു ശവടക്കൻ. നമ്മളെപ്പോഴാണ് ശവടക്കുന്നത്? തിങ്കളാഴ്ച മരിച്ചു, ചൊവ്വാഴ്ച ഒരു ദിവസം മോർച്ചറി വെച്ചു, ബുധനാഴ്ച രാവിലെ 11 മണിക്ക് എടുത്തു, 12:30 ആകുമ്പോൾ അടക്കും. അല്ലേ? നമുക്ക് ഇരിക്കാൻ നേരമില്ല, കാര്യം നമ്മൾ തിരക്കായതുകൊണ്ട്. ഇന്നാള് ഒരു വീട്ടിൽ രാവിലെ 9 മണിക്ക് ബോഡി വെച്ച് 10 മണിയാകുമ്പോൾ എടുത്തു. ഒത്തിരി പേര് കാണാൻ പറ്റിയില്ല. അപ്പൊ ആ വീട്ടിലെ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, അതിനെ ഇത്ര പെട്ടെന്ന് എടുത്ത് പറഞ്ഞു, അവർക്ക് BP കൂടുതലാ, തലേ രാത്രി എടുത്ത് വെക്കാൻ പറ്റുകയില്ല, ഉറക്കളച്ചാ BP കൂടുവന്നു. ഞാൻ പറഞ്ഞു, എടാ നാശം പിടിച്ചവനെ, നിനക്ക് ചുമ വന്നതിന്റെ പേരിൽ ആ പെട്ടിക്കകത്ത് കിടക്കുന്ന അമ്മ 1000 ദിവസം ഉറക്കളച്ചതല്ലേ? നീ ഒന്ന് കുരച്ചതിന്റെ പേരിൽ 1000 ദിവസം ഉറക്കളച്ച അമ്മ ആ പെട്ടിക്കകത്ത് കിടക്കുന്ന. അവർക്ക് വേണ്ടി ഒരു രാത്രി ഉറക്കളയ്ക്കാൻ മേലാത്ത എന്ന തിരക്കാ നമുക്കുള്ളത്. എല്ലാ ബോഡിയും തലേദിവസം എടുത്ത് വെക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്.
ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നമ്മുടെ ചവടക്കൊക്കെ 1.25 മണിക്കൂർ കൊണ്ട് ഈ ദ്രവത്തുള്ളതാ മരണം നീങ്ങി ഹേ മരണമേ എന്തിനു ചെയ്യണ്ട സഹോദര മണ്ണും വാരിയിട്ട് കച്ചവടം കഴിഞ്ഞു. ഒരു ഈജിപ്തിലെ രാജാവിന്റെ ശവടക്ക് 46 ദിവസമാണ്. 1 മിനിറ്റ് കൊണ്ട് ചുമ്മാ ATM കാർഡ് വെക്കുന്ന പോലെ വെച്ച് പൂശി വെച്ച് കഴിഞ്ഞ ദിവസം ഒരു ശവടക്കിന് നിന്നപ്പം ഈ ശവടക്ക് കഴിഞ്ഞ് കാപ്പി കൊടുക്കുമല്ലോ, ഒരു ചേച്ചി 4 പൊതി എടുത്തോണ്ട് പോകുന്നു. എന്നാലും അടുത്തുനിന്നൊരു വാസ്തു പറയാ സങ്കടം കൂടുതലായതുകൊണ്ടാണ് ഒത്തിരി പൊതിയും കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞു. അല്ലേ, ഒത്തിരി സങ്കടമുള്ളവർ വരായിരുന്നാ മതിയായിരുന്നു. ഒന്ന് ഓർത്ത് വയ്ക്കേ, 46 ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി അവരുടെ ശവടക്ക് 42 ഏക്കറിനകത്താണ് ഈ പിരമിഡ് ഉണ്ടാക്കുന്നത്. ഈ പിരമിഡിന്റെ ഉയരം എത്രയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്തൊരു സിംഗിൾ പെട്ടിയിലല്ല അടയ്ക്കുന്നത്, 7 പെട്ടി, ഒരു കൽപ്പെട്ടി, താമ്രപ്പെട്ടി, അതിനുശേഷം വെള്ളിയുടെ, പിന്നെ സ്വർണത്തിന്റെ 7 പെട്ടിക്കകത്താണ് ഫറവോന്റെ ബോഡി വെച്ചിരിക്കുന്നത്. നിങ്ങൾ യൂട്യൂബിനകത്തോ അതല്ലെങ്കിൽ ഗൂഗിളിനകത്തോ സെർച്ച് ചെയ്ത് നോക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങളുടെ അന്ധകാരങ്ങളുടെ ഇരിപ്പിടം ഈജിപ്തിലെ പിരമിഡുകളാണ്. ഈജിപ്തിലെ പിരമിഡിനകത്ത് ഒത്തിരി മന്ത്രവാദികൾ ആഭിചാരം ചെയ്ത് മന്ത്രവാദം ചെയ്ത് ആണ് ഈ ബോഡി അടക്കുന്നത്. ഇതിനകത്ത് കോടി 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 മില്യൺസ് ഓഫ് മില്യൺസ് അത്ര പൈസയുടെ രത്നങ്ങൾ ഇരിപ്പുണ്ട്, വില കൂടിയ മദ്യങ്ങൾ ഇരിപ്പുണ്ട്, വില കൂടിയ പാത്രങ്ങൾ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ഈ പിരമിഡ് പൊളിക്കാൻ പിരമിഡിനകത്ത് കയറിയവരെല്ലാം മരണം പിടിച്ചിട്ടുണ്ട്. ഒരാൾ എഴുതിയൊരു ചെറിയ കാര്യം ഞാൻ പറയാം. 3 പേര് കൂടി ആളുകളെ കൂട്ടി പിരമിഡിന്റെ അകത്ത് പെട്ടിയെ പിടിച്ച് കുലുക്കഞ്ഞപ്പോ അതിനകത്ത് കിടക്കുന്ന ഫറവോയുടെ മുഖത്തൊരു നീര്, ബോഡിയുടെ ഇവിടെ ഒരു നീര്. എങ്ങനെയാ മരിച്ചെന്ന് അറിയാമോ? ആ ഫറവോ മരിച്ചത് ഒരു ഈച്ച കുത്തിയിട്ടാണ്, ഒരു വിഷജന്യമായ ഈച്ച കുത്തിയെ മരിച്ചിരിക്കുന്നത്. ഈ ബോഡിയുടെ പ്രത്യേകത, ഈ പിരമിഡിന്റെ എവിടെയൊക്കെ ചെറിയ തുളകളുണ്ട്. എന്നിട്ട് സൂര്യന്റെ പ്രകാശം, അവരുടെ ദൈവത്തിന്റെ പേര് റേ എന്നാണ്. 3000-ലധികം ദൈവങ്ങളുണ്ട് ഈജിപ്തിന്. അവരുടെ ഏറ്റവും വലിയ ദൈവം റേ. കേട്ടിട്ടില്ലേ വാക്ക്? എക്സ് റേ എന്ന് പറഞ്ഞ കിരണങ്ങൾ. അതാണ് അവരുടെ ദൈവം. ഈ സൂര്യന്റെ പ്രകാശം ഏതോ ഒരു ദ്വാരത്തിലൂടെ ഇവർ രത്നത്തിൽ അടിപ്പിച്ചിട്ട് ഈ രത്നത്തിലെ തിളങ്ങുന്ന വെട്ടമാണ് ഫറവോന്റെ മുഖത്തടിക്കുന്നത്. അങ്ങനെയാണ് ഈ ബോഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഈ പെട്ടിയെ പിടിച്ച് കുലുക്കി. ഈ 3 പേരും ദുരന്തത്തിൽ മരിച്ചു, 2 പേര് ആക്സിഡന്റിൽ മരിച്ചു. ഇതിനകത്ത് മെയിൻ ആള് മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ആ ചരിത്രം വായിച്ചത്. അടച്ചിട്ട മുറിക്കകത്ത് കിടന്നുറങ്ങുമ്പോ ആ മുറിക്കകത്ത് ഒരു വിഷപ്പാമ്പ് കയറി, ഒരു സർപ്പം കയറി. ഫറവോയുടെ എവിടെയാണോ ഈച്ച കൊത്തിയത് അവിടെ തന്നെ പാമ്പ് കൊത്തി. എന്നിട്ടാണ് അതിന്റെ അടിയിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് ദുരന്തങ്ങളുടെ ഇരിപ്പിടമാണ് പിരമിഡുകൾ. ദുരന്തങ്ങളുടെ കേളികേന്ദ്രമാണ് പിരമിഡുകൾ. മോശയ്ക്ക് കേറേണ്ടത് ഇതിനകത്താ. ഹല്ലേലൂയ. ഫോർട്ട് കൊച്ചിയിലെ ദുരാത്മാക്കൾ ലോക്ക് ചെയ്തു വെച്ചടത്ത് ഒരു തലമുറ കൈയടിക്കെങ്കിൽ അടിക്ക്, വിട്ടുതരാതെ ആഭിചാരം ചെയ്ത് പാമ്പിനെ അടയിരുത്തി ഇന്ന് രാത്രി അതിനെ പൊളിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കാൻ പോകയാ. എനിക്കറിയില്ല എന്നോട് ദൈവം പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും CX ബിജു പാസ്റ്റർ അടുത്ത യോഗത്തിന് ഡേറ്റ് തരാൻ വേണ്ടി പ്രവചനം വിളിച്ചു പറയാ. അല്ല, പ്രവചനം ദൈവത്തിന്റെയാ. ഞാൻ തറപ്പിച്ചു പറയാ, ഇതുവരെ സംഭവിക്കാത്തത് ഈ ഫോർട്ട് വെച്ച് നടക്കാൻ പോകയാ. സ്വപ്നത്തിൽ ഞങ്ങളുടെ സഭയിൽ 10,000 പേര് കൂടും. 1000 കാറിന്റെ പാർക്കിംഗ് ഞങ്ങൾ ഉണ്ടാക്കും. കാരണം ആ പിരമിഡ് ഞങ്ങൾ പൊളിക്കാൻ പറയാ. നല്ലപോലെ അഭിഷേകമുള്ളവർ നല്ലപോലെ somebody shout lata mazaya adana regadagasiana. ഏതോ കുടുംബത്തിനകത്ത് പിശാച് പൂട്ടി വെച്ചത് അഭിഷേകമുള്ളവർ കേറി എടുക്കാൻ പോകുകയാ. ഏതോ പട്ടണത്തിൽ പിശാച് ലോക്ക് ചെയ്തത് അഭിഷേകമുള്ളവൻ
ഞാൻ ഇന്ന് രാവിലെ 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയപ്പോൾ എന്റെ വണ്ടിക്കകത്ത് കയറുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ആമേ, പിശാചിന്റെ മറവിടങ്ങളെ പൊളിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കാൻ പോകയാ. ആ കരമടിച്ച് ആമേ പിരമിഡ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഫറവോന്റെ വീടിനേക്കാൾ സെക്യൂരിറ്റി പിരമിഡിനുണ്ട്. ഇച്ചൂടെ പറയാം, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? ഫറവോന്റെ വീടിനേക്കാൾ സെക്യൂരിറ്റി പിരമിഡിനാ. എന്റെ കാര്യം പറയാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ശവക്കല്ലറ മിസ്രൈമിലെ പിരമിഡുകളാണ്. കോടി മില്യൺസ് ഓഫ് മില്യൺസിന്റെ രത്നങ്ങൾ അതിനകത്തിരിപ്പുണ്ട്. നമ്മൾ കയറി താമസത്തിന് പ്രഷർ കുക്കർ കൊണ്ട് കൊടുക്കും, വേറെ ചിലർ ഫ്രിഡ്ജ് കൊണ്ട് കൊടുക്കും. ഈജിപ്തിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നത് മരിച്ച വീട്ടിലാണ്. ഏറ്റവും വില കൂടിയ രത്നപാത്രങ്ങൾ കൊടുക്കും. 18 തവണ ഈ ബോഡി വയറ് തുളച്ച്, എനിക്കത് വലിയൊരു ചരിത്രമുണ്ട് പറയാൻ. ഈജിപ്തിലെ ശവമടക്കം അത് വിട്ടേര്, നമുക്ക് ദൂത് കിട്ടിയാൽ മതിയല്ലോ. ഈ ഞാങ്ങണ ഉണ്ടല്ലോ, ഞാങ്ങണ കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ദൈവത്വം കൽപ്പിക്കപ്പെടുന്ന 1-2 ചെടിയുടെ പേര് പറഞ്ഞേ. തുളസി കേട്ടിട്ടില്ലേ? ഇല്ല, ഇവിടെ തുളസി ഇല്ല. ചെമ്പകം കേട്ടിട്ടുണ്ടോ? തലയാട്ട് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെന്ന്. ഇതുപോലെ മിസ്രൈമിലെ ദൈവത്വം കൽപ്പിക്കപ്പെടുന്ന ചെടിയാ ഞാങ്ങണ ഈറ്റക്കമ്പാണ്. അതിങ്ങനെ ഞാങ്ങണ ഉണ്ടാകുന്ന പൂവ് സൂര്യനെ പോലെയാണ് നിൽക്കുന്നത്. അത് നൈൽ നദി മൊത്തം ഉണ്ട്. കിഴക്കുന്നുള്ള സൂര്യപ്രകാശം വന്ന് ഈ ഞാങ്ങണയുടെ പൂവിലടിക്കുമ്പോൾ സൂര്യനെ പോലെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു ചെടിയാണ് ഞാങ്ങണ ഒരു തണ്ടാണ്, ഒരു കുഴലാണ്. ഈ ഞാങ്ങണയുടെ തണ്ട് കൊണ്ട് വയറ് കിഴിച്ചിട്ടാണ് വയറിനകത്തോട്ട് സുഗന്ധദ്രാവകങ്ങൾ ഒഴിച്ച് ഇവരുടെ ശരീരം അഴുകാതിരിക്കാൻ ഇവർ ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ. ഞാൻ 2-3 നോട്ടുണ്ട്. ഇതിനകത്ത് ഏത് നോട്ടാണ് എല്ലാവരോടും പറയേണ്ടത് എനിക്കറിയാൻ മേലാത്തത്. ചെല്ലു പറയുന്നത് നെറുക മുതൽ വയറു വരെ ശരീരം 2ആയി പിളർന്നിട്ട് ഇന്നർ സിസ്റ്റംസ് അകത്തിരിക്കുന്നത് മുഴുവൻ അവർ ഒരു പൊളിത്തിൻ കൂട് പോലത്തെ ഒരു പാത്രത്തിലാക്കി വെക്കും, സ്പിരിറ്റ് പോലത്തെ ഒരു പാത്രത്തിൽ. എന്നിട്ട് ബോഡി മാത്രമാണ് കല്ലറ വെക്കുന്നത്. അങ്ങനെ അടക്കിയതാണ് ലാസറിന്റെ ബോഡി എന്നാണ് വേദശാസ്ത്രിമാരുടെ അഭിപ്രായം. കാര്യം ലാസർ താമസിച്ച ബെഥാനിയയിലാണെങ്കിലും ബെഥാനിയയുടെ കൾച്ചർ ഈജിപ്തിന്റെയാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയട്ടെ. എംബാം ചെയ്ത ബോഡി ആയതുകൊണ്ടാ മറിയ പറഞ്ഞത് അങ്ങോട്ട് പോകണ്ട, അവൻ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തോളൂ എന്ന്. കർത്താവ് അടച്ചത് ലാസറേ എന്ന് വിളിച്ചപ്പോ ഉണ്ടല്ലോ, ബക്കറ്റിലിരിക്കുന്ന ഹൃദയം നേരെ ബോഡിക്കകത്ത് പോയി കയറി. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ. ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ തെളിവ് വെച്ചോണ്ടായി പറയുന്നത്. വാഗ്ദത്തമുള്ളവന്റെ അവയവങ്ങളെ മുറിക്കാൻ മിസ്രൈമിലെ കത്തിക്ക് മൂർച്ചയുണ്ടെങ്കിൽ അത് ഒട്ടിക്കാനുള്ള പശ തമ്പുരാന്റെ കയ്യിലുമുണ്ട്. എന്താ തെളിവ്? മഹാപുരോഹിതന്റെ ദാസന്റെ കാത് ഒരുത്തൻ വെട്ടിയപ്പോൾ ഒട്ടിച്ച ദൈവമായ എന്റെ ദൈവം. ഇന്ന് പകൽ എഴുതി വെച്ചോ, അന്ധകാര പിശാച് മുറിച്ചത് 9ാമത്തെ ദിവസം തിരിച്ചൊട്ടിക്കാൻ പോവുകയാണ്. ഇനി പറയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ സെമിത്തേരിക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവരുടെ സെമിത്തേരിക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഈ നമ്മൾ വായിച്ചൊരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ നായ പോലും, ഈശോയെ വായിച്ചിട്ടില്ലേ? നായ പോലും നാവനകേട്. എൻ്റെ പൊന്ന് ബീച്ച, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഇവരെല്ലാം കൂടി രാത്രി പോകുന്നപ്പോൾ ഒരു പണിയില്ലാത്ത പട്ടിയെല്ലാം കൂടെ എന്ന് പറഞ്ഞ് വേളം വെച്ചെന്നോർത്താണ് ഞാനിരുന്നത്. സത്യമായിട്ട് ഞാൻ എങ്ങനെയാ ഈ അടുത്ത സമയം വരെ ഞാൻ ഇരുന്നത് അങ്ങനെയാ. നിങ്ങളുടെ നോട്ടം കണ്ടറിയാം, നിങ്ങൾ ഇപ്പോഴും അങ്ങനെയാ ചിന്തിച്ചിരിക്കുന്നത്. പിന്നെ ആ കണ്ണ് കാണുമ്പോഴെനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഓർത്ത പക്ഷേ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മിസ്രൈമിലെ ഈ പിരമിഡുകൾ 42 ഏക്കറിനകത്ത് നിൽക്കുന്ന ഈ പിരമിഡുകൾ ഒത്തിരി വൈഡായിട്ട് നിൽക്കുന്നതാ. ഇതിനകത്ത് മുഴുവൻ നിൽക്കുന്ന സ്വർണവും രാജാവിന്റെ ബോഡിയും മന്ത്രിയുടെ ശരീരമൊക്കെ ആയതുകൊണ്ട്
ഈ മണ്ണിൽ ഈ ഏറിയായി ഒരുത്തന്ത് ഇങ്ങനെ മുട്ടിയാൽ മതി, അടിക്കാൻ അവിടെ ഒരു അലാറം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈജിപ്തിൽ. ആ അലാറത്തിന്റെ ശബ്ദം പട്ടിയുടെ കൊരയാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് ഒരുത്തത് ഇങ്ങനെ മുട്ടിയാൽ മതി. ചിലരുടെ വണ്ടിയെ തൊട്ട് പോയെങ്കിൽ ആ വണ്ടി കിടന്ന്, ഇന്നാള് ഞാൻ ടൗണിൽ നിൽക്കുമ്പോൾ ഒരാൾ ചെന്ന് അറിയാതെ ഒരു വണ്ടിയെ തൊട്ടു, വണ്ടി കിടന്ന് അയ്യോ അയ്യോ എന്ന് കാരണം പുള്ളി അപ്പുറത്ത് പറയുന്നത് അയ്യോ കള്ളൻ അല്ലേ 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 എന്ന്. വണ്ടി അവിടെ അലാറം അടിക്കുമ്പോൾ പുള്ളി ഇവിടെ അലാറം അടിക്കുക. അയ്യോ കള്ളൻ അല്ലേ അല്ലേ, അറിയാതെ തൊട്ട് പോയതാണ്, പുള്ളി മേടിച്ചു പോയി ഒച്ച കേട്ടപ്പോൾ. ഇതുപോലെ ഈ 42 ഏക്കറിനകത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ സൈഡിൽ ഇങ്ങനെ കൈ തൊട്ടാ കാല് മുട്ടിയാൽ മതി. അന്നേരം ഈ നായ എന്ത് ചെയ്യും? ഇത് അലാറമാ. ഈ അലാറം ആദ്യം കേൾക്കുന്നത് കൊട്ടാരത്തിലാണ്. മോശയ്ക്ക് ഇതിനകത്ത് കേറണം. കാര്യം എന്നറിയോ? അപ്പച്ചന്റെ ബോഡി അസ്ഥി അതിനകത്ത് ഇരിക്കുക. മോശ ഇതിനകത്ത് കാല് വെച്ച പട്ടി കുരയ്ക്കും. തമ്പുരാൻ പറഞ്ഞു ഇല്ല, അഭിഷേകമുള്ള കാല് വെച്ചപ്പോ അലാറോ അനങ്ങിയില്ല. യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെയോ സാത്താന്യ അലാറങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. നല്ലപോലെ വൃത്തിയായിട്ട് കൈയടിക്ക്. വെറുതെ ചത്തതുപോലെ ഇരിക്കാതെ നല്ലതുപോലെ കൈയടിക്ക്. നിന്റെ തലമുറക്കെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ പിശാച് വെച്ച അലാറങ്ങൾ ഇന്ന് ആമേ വിട്ടുകൊടുത്ത് ആരാധിക്ക്. തീ പിടിച്ച് ആരാധിക്ക്. ആമേ ഫോർട്ട് കൊച്ചിയിൽ അഭിഷേകമുള്ളവനെതിരെ, വാഗ്ദത്തത്തിനെതിരെ പിശാച് വെച്ച അലാറങ്ങൾ അതിനെ കുഴിച്ചെടുക്കുന്ന, അല്ല പിരമിഡുകളെ ക്രോസ് ചെയ്യുന്ന ഒരു ആരാധിച്ച് ജയമെടുക്കാൻ പറ്റുമോ? ആരാധിച്ച് ജയമെടുക്കാൻ പറ്റുമോ? ഏതാഭിചാരകൻ അലാറം സെറ്റ് ചെയ്ത് വെച്ചാലും യേശുവിന്റെ നാമത്തിൽ 9ാമത്തെ ദിവസം യേശുവിന്റെ അഭിഷിക്തനായ ഞാൻ ആത്മാവിൽ കമാൻഡ് ചെയ്യുന്നു, അലാറങ്ങൾ ഓഫ് ആകട്ടെ. ആ മന്ത്രവാദിയെ കൊണ്ട് വെപ്പിച്ചത്, ആഭിചാരകനെ കൊണ്ട് വെപ്പിച്ചത്, അന്ധകാരത്തെ കൊണ്ട് വെപ്പിച്ചത്, now I command, ഇപ്പോൾ അത് ഓഫ് ആകട്ടെ. എനിക്ക് ആ വാക്ക് പിന്നെ പറയാൻ തോന്നുന്നു. പൈശാചിക പിരമിഡുകളെ കൊള്ളയടിക്കുന്ന, അകത്ത് കയറാൻ കഴിവുള്ള മോശമാരുടെ ഒരു തലമുറ എഴുന്നേക്കാൻ പോകുന്നു. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുക, ആരാധിക്കുക, ആരാധിക്കുക. ആ പിരമിഡിനകത്തുനിന്ന് 206 അസ്ഥി പൊക്കി. എനിക്ക് അവിടെ ഒരു ദൂത് പറയാനുണ്ട്. ഈ എടുത്ത് തോളെ വെച്ചിരിക്കുന്ന യോസഫിന്റെ അസ്ഥിയാ. ഇതും കനാൻ നാടുമായിട്ട് 1000 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ പുള്ളിയുടെ അമ്മയുടെ ബോഡി കിടക്കുന്നത് 33 കിലോമീറ്റർ അപ്പുറയാ. മക്പേലായിൽ നിന്ന് 33 കിലോമീറ്റർ ഇപ്പുറേ കിടക്കുന്ന റാഹേലിന് പിതാക്കന്മാരുടെ കല്ലറ വരാൻ പറ്റിയില്ല. 1000 കിലോമീറ്റർ അപ്പുറം നിന്നവന്റെ ബോഡി പിള്ളേർ പൊക്കിക്കൊണ്ട് ഇവിടെ വന്നു. റാഹേലുമാര് 33 കിലോമീറ്റർ അപ്പുറം കിടപ്പുണ്ട്, കയറാൻ കഴിയാതെ. പക്ഷെ വിശുദ്ധിക്ക് വേണ്ടി നിന്ന വാഗ്ദത്തോളം ചില യോസഫുമാരുണ്ടല്ലോ, അവന്റെ മാംസം അഴുകിയാലും പൊക്കിക്കൊണ്ട് വരുന്ന തലമുറകൾ ജനിക്കും.
ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് മുമ്പോട്ട് പോട്ടെ ദൂതിലേക്ക്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഇനി ഇതിങ്ങനെ ഞാൻ ഈ ദിവസങ്ങളൊക്കെ മോശയുടെ ചരിത്രം നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. കാര്യം ഒരു വലിയ റിവൈവലിന്റെ മണം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ നിയമം കളഞ്ഞു എന്നുള്ള ആശയത്തില്ലേ, ദൈവമേ ഒന്നും മിണ്ടാൻ മേല, വലിയ പ്രോബ്ലം. ഹല്ലേലൂയ, ആമേൻ. മോശ അവിടുന്ന് ഈ ജനത്തെ പുറപ്പെടുവിക്കുന്നു. അവിടെ ഫറവോൻ പറഞ്ഞു പൊക്കോ, നിങ്ങൾ പൊക്കോ. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഫറവോനോട് ഒരു സ്നേഹം തോന്നുകയല്ലേ? എന്നാലും പൊക്കോളാൻ പറഞ്ഞല്ലോ. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ വേണ്ടിയിട്ടല്ല, ഞാൻ വെള്ളം കുടിച്ചോട്ടെന്ന് ഓർത്ത് പറയിപ്പിച്ചതാ. നിങ്ങളുടെ വലിയൊരു ആമേനും കിടക്കും, എനിക്ക് വെള്ളവും കിട്ടും, അത്രയേ ഉള്ളൂ. ആമേൻ. പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ നമ്മള് നിങ്ങൾ ആഴമായിട്ട് കേൾക്കാവോ പ്രിയപ്പെട്ടവരെ? ഈ പൊക്കോളാൻ പറയുമ്പോഴേ നമുക്കങ്ങ് നമ്മൾ വിചാരിച്ചു അത്രയും ക്രൂരനൊന്നും അല്ല പുള്ളി. ഏതോ തോട്ടത്തിൽ വെച്ച് പാമ്പ് ഹവ്വയോട് പറഞ്ഞ എന്താ, നിനക്ക് വിശക്കുന്നില്ലേ, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഈ ചോദ്യം ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചോദിച്ചിരുന്നെങ്കിൽ ഡിവോഴ്സ് ആകുകയില്ലായിരുന്നു. മക്കളെ വിശക്കുന്നുണ്ടോടി എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, തീർന്നേനെ. പൊതുവെ സൗകര്യമാർക്ക് വാരി കൊടുക്കുമെന്ന് വേണ്ട, ചോദിച്ചാൽ മതി. ചുമ്മാ എന്ന് പറഞ്ഞാൽ എടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചേക്കണേ ദൈവമേ, അവളിത് കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ചുമ്മാ പറഞ്ഞാൽ മതി, അവർക്കെന്നെ സൂക്ഷിക്കാൻ. പിന്നെ 47 വയസ്സുള്ള സാധനത്തിന് സൂക്ഷിക്കാൻ അറിയത്തില്ലേ? എന്നാലും ചുമ്മാ ഒരു സാധനം കയറ്റി വിട്ടാൽ മതി. ഹവ്വാമ്മയോട് പാമ്പ് ചോദിച്ചു, വിശക്കുന്നില്ലേ? സഹോദരിമാരോട് പ്രത്യേകിച്ച് വിശക്കുന്നില്ല എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചു പോയാൽ അവരുടെ ആ ഒരു സന്തോഷം. എൻ്റെ വീട്ടിലൊരു പൊട്ടനുണ്ട്, അവൻ 40 വർഷമായിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല നിനക്ക് വിശക്കുന്നില്ലെന്ന്. വെറുതെ ഇരുന്ന് പാമ്പ് മരത്തെ ഇരുന്ന് എന്നോട് ചോദിച്ചു വിശക്കുന്നില്ലേന്ന്. അവിടെയാണല്ലോ ഇതെല്ലാം നശിച്ചത്. ഹല്ലേലൂയ. കൂടെ ജീവിക്കുന്ന ഭർത്താവ് 20 വർഷമായിട്ട് ഭാര്യയോട് പറഞ്ഞിട്ടില്ല ആ ചുടിദാർ നിനക്ക് നല്ലതാണ്. അപ്പുറത്തെ വീട്ടിലെ ജോർജാൻ കൂടെ പറയാം ആ ചുടിദാർ നിനക്ക് നല്ലതാണ്. അതാണ് പ്രശ്നം. ജോർജാൻ വേറെ പണിയൊന്നുമില്ല, ഈ പുള്ളിക്ക് ഈ പിള്ളേർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണം. മനസ്സിലായിരിക്കും. ഞാനതൊക്കെ ചിരിച്ചോണ്ട് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത് എൻ്റെ വൃത്തി, അതുകൊണ്ടാണ്. പോട്ടെ. ഫറവോൻ പോക്കോ. അപ്പൊ ഈ പാമ്പ് അമ്മമ്മയോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? പുറവശത്തൊക്കെ വല്ലതും നടക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പണ്ട് ഇട്ടൂലി കളിക്കുമ്പോൾ ചൂടും തണുപ്പും എന്നൊക്കെ പറഞ്ഞില്ല, അവിടെ ചൂട് വല്ലതും ഉണ്ടോ എന്നറിയാൻ ചോദിച്ചത്. അപ്പം ഹവ്വാമ്മച്ചി പറഞ്ഞു ആ തിന്നരുത്, തൊടുക പോലും. അവിടെ തൊട്ട് തെറ്റി പാസ്. കാരണം അറിയോ, ഹവ്വയും ദൈവം തമ്മിലുള്ള സ്വകാര്യത സാത്താൻ്റെ മുമ്പിൽ തുറന്നു. നിങ്ങൾ കേട്ടില്ല അല്ലേ? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ളത് എൻ്റെ സ്വകാര്യതയാണ്. അത് മൂന്നാമതൊരാൾ തമ്മിൽ തുറന്നാൽ അവിടെ തുടങ്ങി നിന്റെ മുടിവാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ 3 പേര് ഒരിടത്ത് നിൽക്കുന്നു. അപ്പൊ രണ്ട് പേര് നിൽക്കുന്നു. ഒരാൾ മറ്റേ ആളുടെ വേറെ മൂന്നാമതൊരാളുടെ കുറ്റം പറയുവാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ പോയി കഴിയുമ്പോൾ അവർ നിങ്ങളുടെയും കുറ്റം പറയും. അയ്യോ അത് സാത്താന്റെ ഏജന്റാ, ജീവനുണ്ടെ ഓടിക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്, ഓടിക്കോ, അതാ നല്ലത്. ഹല്ലേലൂയ. മൂന്നാമതൊരാളുടെ മുമ്പിൽ ഈ ദൈവികമായ ഇവളുടെ കോൺവെർസേഷൻ സാത്താൻ്റെ മുമ്പിൽ തോന്നും. സാത്താൻ ആരാ മോന്നറിയോ? ഈ പഴം തിന്നു നിനക്ക് എന്നെ പോലെ ആകാന്നെങ്ങാനും പാമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അമ്മാമ്മ പഴയ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത സാത്താന്റെ വാലെ പിടിച്ച ഒറ്റയടി സാത്താൻ പഴയ ഷോള് കീറുന്ന പോലെ കീറിയേനെ. സാത്താൻ ഉപയോഗിച്ച പരിപാടി അറിയോ? പഴം തിന്നു നിനക്ക് ദൈവത്തെ പോലെ ആകാന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൈവത്തിന്റെ രൂപം കിട്ടാൻ വേണ്ടി ഇവളെ എന്തും ചെയ്യുമെന്ന് സാത്താൻ അറിയാം. കാര്യം ഇവക്ക് അത്ര ഇഷ്ടമാണ് ദൈവത്തോട്. കാര്യം അവളുടെ അപ്പായല്ലേ ദൈവം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഭാര്യ വഴക്കുണ്ടാക്കുമ്പോൾ ഭാര്യ വീട്ടിലോട്ട് ഇറങ്ങിപ്പോവോ? കാര്യം അവൾക്ക് അവിടെ അപ്പനുണ്ട്. ആദാം ഹവ്വയ്ക്കൊണ്ടൊരു അടി കൊടുത്താൽ എങ്ങോട്ട് ഇറങ്ങിപ്പോവാനാ? വൈകുന്നേരം വരെ തോട്ടത്തിൽ പോയി ഒറ്റ നിപ്പോ അപ്പ ഇങ്ങോട്ട് വരും. ഇപ്പം ഇന്ന് വേണ്ടി ഞാൻ 2 പൊട്ടിക്കും. ആരാ അവളുടെ അപ്പ? പറ. കണ്ടോ നിങ്ങൾ ചതി വന്ന വഴി കണ്ടോ? ആമേ. ഫറവോൻ പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, കൂടെ വരണേ. ആമേൻ. എൻ്റെ ഒച്ച കേട്ട് നിങ്ങൾ ആരാധിക്കുന്നതിനെ കളിച്ചൂടെ നല്ലത് ദൂത് കേട്ട് ആരാധിക്കുന്നതാ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആമേ. പൊക്കോളാൻ പറഞ്ഞു. ഈ പൊക്കോളാൻ പറയുമ്പോഴേ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ അങ്ങ് ലേസി ആകും. പിന്നെ ഇവിടെയാണ് നമ്മൾ കുരുങ്ങിയത് മുഴുവൻ. ഇപ്പൊ ഈ നവംബർ മാസം മൂത്ത് അയ്യോ ജനുവരിയിലൊക്കെ വരുമ്പോൾ കൊടുന്നാണ്. പാട്ടില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല. ഉപവാസം വരുമ്പോൾ മൂക്കും. അത് പ്രത്യേകിച്ച് 15-16 ദിവസം കഴിയുമ്പോഴല്ലോ അങ്ങനെ റോക്കറ്റ് പോലെ നിൽക്കും. ഇങ്ങനെ
അയ്യോ, തുമ്മിപ്പോയാൽ കാഹളം നനച്ച് പോകുന്ന പോലെ പോകും. ജനുവരിയിലൊക്കെയോ ഒരു രക്ഷയില്ല, ക്രെയിനിട്ട് വലിച്ചു പൊക്കിയ കയ്യൊക്കെ കരങ്ങളെ ഉയർത്തി അല്ലല്ലോ എന്നാ കെട്ടിവലി വന്നറിയോ. ഹല്ലേലൂയാ. എന്നോർത്ത് വയ്ക്ക്, നമ്മളിവിടെ ലേസിയായി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏറ്റവും പേടിക്കേണ്ടത് സാത്താൻ നിങ്ങളോട് പോരാടാത്ത സമയത്തെയാണ്. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് കാര്യം നിങ്ങളോട് പോരാടുമ്പോൾ നിങ്ങൾ ശക്തരാകും. സാത്താന്റെ മൗനങ്ങളെ ദൈവമക്കൾ ഭയപ്പെടണം. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങളുടെ ചർച്ചിനെതിരെ പോരാട്ടമില്ല. പ്ലീസ് ബി കെയർഫുൾ. സൂക്ഷിച്ചു. സാത്താന്റെ മൗനങ്ങളുടെ എല്ലാം പുറകിൽ ചെങ്കടൽ പോലത്തെ ചതികൾ ഉണ്ടായിരിക്കും. ആമേൻ പറയാവോ? ആമേൻ പറയാവോ? ഇവര് പൊക്കോ. എന്റെ ബീച്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറിയ ക്യാമറ കിട്ടുമെന്ന് അറിയത്തില്ല. ഫറവോനും ദുരാത്മാവും മുറിക്കകത്ത് പോയിരുന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇവരുടെ ഇരിക്കുന്നത് 6 മാലി തെളിഞ്ഞ കാളയാ. ഇവരിവിടുന്ന് പോയാൽ മിസ്രൈമിന്റെ ബൗണ്ടറി ചെങ്കടലിന്റെ മിഡിലാണ്. കേട്ടില്ല. മിസ്രൈമിന്റെ ബൗണ്ടറി ചെങ്കടലിന്റെ മിഡില. ഇവർ ചെങ്കടലിന് ചോദിച്ചെന്നാൽ ഇവർക്ക് അക്കരെ കിടക്കാൻ പറ്റുകയില്ല. ഇവിടെ ഇരിക്കുന്ന കാളവണ്ടി, എൻ്റെ കയ്യിലിരിക്കുന്ന കുതിരവണ്ടി. ഇവിടുത്തെ ദുഃഖാചരണം കഴിഞ്ഞ് ഞാൻ കുതിരവണ്ടി പൂട്ടും, അവനെ അവിടെ ഇട്ട് പിടിക്കും. പിടിച്ചു ഞാൻ തിരിച്ചു കൊണ്ടുവരും. കണ്ടോ, പിശാചിന്റെ അനുവാദങ്ങൾക്ക് ചെങ്കടൽ പോലത്തെ മതിലുകളുണ്ടെന്ന് മറക്കരുത്. പിശാചിന്റെ സോഫ്റ്റ് കോർണറുകൾക്ക് ചെങ്കടൽ. ഓ മൈ ഗാഡ്. ഈ ദൂത് നിങ്ങൾ കേട്ടില്ല, വേണ്ട, ഇത് ഓൺലൈനകത്ത് കിടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ കിടക്കട്ടെ. പക്ഷേ ഫറവോനെ നിനക്ക് കണക്ക് തെറ്റിയത് എവിടെയാണെന്നറിയാമോ? സീസൺ ആയില്ലെങ്കിൽ അവരെ 400 വർഷം അടിക്കാം. സീസൺ ആയാൽ അവരെ തൊടാൻ പറ്റുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ഡെലിവറൻസ് ചർച്ചിനെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. ദൈവത്തിന്റെ അഗ്നി തൂണ് നിനക്ക് മതിലായി വെളിപ്പെടാൻ പോകുകയാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു പാസ്റ്റർ, ഒരു സീസണിൽ കൂടുതൽ ഒന്നിനെയും ആക്രമിക്കാൻ പിശാചിന് ദൈവം അനുവാദം കൊടുക്കുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയാ, ഒരു സീസണിൽ കൂടുതൽ തെളിവ് പറയട്ടെ. ദ്രവിച്ച മരക്കമ്മേൽ ഇരുന്നാലും പറവയ്ക്ക് പേടിയില്ലാത്തത് മരക്കം ഒടിഞ്ഞാലും അതിന് ചിറകുള്ളത് കൊണ്ട്. സാഹചര്യങ്ങളെ പേടിക്കാത്ത ഒരു ആത്മതലം ദൈവം കൈമാറാൻ പോവാ. പണ്ട് ആരെങ്കിലും തുമ്മിയെ പേടിക്കുമായിരുന്നല്ലോ. ഇപ്പൊ ഒരു പഞ്ചായത്ത് മുഴുവൻ ഒരുമിച്ചിരുന്ന് തുമ്മിയാലും പേടിക്കുന്നില്ലല്ലോ. എന്താ കാര്യം? ആത്മമനുഷ്യൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഞാൻ പെട്ടെന്ന് പറയട്ടെ, ദൂതന്റെ ഗൗരവത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഫറവോന് മനസ്സിലായില്ല. ചെങ്കടലിനെ നടുക്കിരിക്കുന്ന പഴയ പാമ്പിനെ കുത്തുന്ന ഒരു കുന്തം തമ്പുരാന്റെ കയ്യിലുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? യെശയ്യാപ്രവചനത്തിലെ വാക്യം, ഞാൻ രഹബിനെ വെട്ടി പഴയ പാമ്പിനെ കുത്തി. പഴയ പാമ്പിനെ ഞാൻ കുത്തി. ജനമക്കരാണ്. ഇനി ഒരു പോയിന്റ് മാത്രം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങോട്ടായി ഓടി വരുന്നത്. നിങ്ങൾ നോക്ക്, ഈ ജനം ഇങ്ങനെ സഞ്ചരിക്കുന്നു. 41 സ്ഥലത്ത് ഇവർ പാളയം ഇറങ്ങുന്നു. ഇവർക്ക് മന്നായിട്ട് കൊടുക്കുന്നു. ഇവർക്ക് വേണ്ടി എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാനൊരു ബുക്കിനകത്ത് വായിച്ചത്, ഇവർ ചുമന്ന നിയമപ്പെട്ടകത്തിന് 800 ചില്ലുവാനും കിലോ തൂക്കമുണ്ട്. ഇവർ ചുമന്ന നിയമപ്പെട്ടകത്തിന് 800 ചില്ലുവാനും കിലോ തൂക്കമുണ്ട്. ചുമക്കുന്നത് 4 പേരാ. കണക്കനുസരിച്ച് ഒരാളുടെ തോല 200 കിലോ കയറണം. നോർമലി ഒരു ഹ്യൂമൻ അത്രയും ചുമക്കുകയില്ല. ചുമന്ന അച്ചാച്ചന്മാരോട് ഞാൻ ചോദിച്ചു, അച്ചാച്ച 800 കിലോ 4 പേരെ എങ്ങനെയാ ചുമന്നത്? അവർ ചിരിച്ചോട്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വെട്ടമാണ്, ഇതിനകത്ത് ഗ്ലോറി ഉണ്ട്. ഗ്ലോറി ഇറങ്ങിയാൽ ഭാരം താഴോട്ടല്ല മുകളിലോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു.
നിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഭാരം എത്ര വലുതാണെങ്കിലും അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയാൽ അത് ഈസിയായി. ഇനി ഞാൻ ആ വായിച്ച കുറിവാക്യത്തിലേക്ക് വരിക. ഇവരുടെ യാത്രയിൽ ഇവര് പിറുപിറുക്കാനൊക്കെ നല്ല മിടുക്കര. ഈ 1000 നന്മ ചെയ്താലും ഒരു കൊച്ചു കാര്യം നമ്മുടെ ആളുകൾ സഹിക്കുകയില്ല. 1000 നന്മ ചെയ്താലും പറ, ഒരു ചെറിയ 2.25 മീറ്റർ വെള്ളഷട്ടിനകത്ത് ഒരു തുള്ളി കറുപ്പ് എവിടെയെങ്കിലും ഇരുന്ന് അവരോട് അവിടെ കറുത്തിരിക്കുന്നു, എന്നാ ബാക്കി മുഴുവൻ വെളുത്തിരിക്കുന്നു ഒരിക്കലും പറയുകയില്ല. അപ്പോ ഇവിടെ ഈ ജനത്തിന് പിറുപിറുപ്പും പൊറുപുറുപ്പ്, ഈ പിറുപിറുപ്പിനേക്കാൾ അപകടം ഈ പൊറുപുറുപ്പ്. ഒന്ന് പതുക്കെ പറയുക, 2 തെളിയാതെ പറയുക. ഈ ചില വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ആശയവൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ ഭർത്താവ് കേൾക്കാതെ മുറിക്കാത്ത പോയി എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്തോ പറയും. ചിലരോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ അകത്ത് പോയിട്ട് നത്ത് മൂടുന്ന പോലെ ഒന്ന് മൂള്, എന്നാലേ സമാധാനം കിട്ടുള്ളൂ. എല്ലാരും അല്ല കേട്ടോ. ഞാൻ ഇവരിങ്ങനെ പിറുപിറുക്കുന്നു. തമ്പുരാൻ പറഞ്ഞു, എന്നതാ ഇത്? ഇത്രയൊക്കെ ചെയ്തു, കുഞ്ഞാടിന്റെ കഴുത്ത് കിടന്ന് തോലൊരിച്ച് മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകി ഇവരെ അവിടുന്ന് പുറപ്പെടും. 430 വർഷം ബന്ധിക്കപ്പെട്ടിടത്തുനിന്ന് 4 മിനിറ്റ് കൊണ്ട് പൊക്കി പുറത്ത്. എന്നതാ ഇത്? രാവിലെ 5 പൈസയുടെ പണിക്ക് പോകണ്ട, രാവിലെ മുറ്റത്ത് മന്ന, പിന്നെ വാരി പൊടിച്ച് വിഴുങ്ങിയാൻ പോരെ. മന്നയുടെ പ്രത്യേകത, നമ്മുടെ ചർച്ചിനകത്ത് 80 പേര് കൂടുന്ന യോഗത്തിന് ട്രേക്കകത്ത് കാപ്പിക്കൊണ്ടില്ലും ഒരാൾ ഇങ്ങനെ കഴുത്ത് പൊക്കി ചോദിക്കുന്നത് വിത്തൗട്ട് ആണോ സിറ്റ് ഔട്ട് ആണോ എന്ന് ചോദിക്കത്തില്ലേ? പിന്നെ 9 പേര് ഇരിക്കുന്നിടത്ത് 4 പേർക്ക് മധുരം മേല, 9 പേർക്ക് എരിവ് മേല, 10 പേർക്ക് ചിക്കൻ മേല, 4 പേർക്ക് ചീര വയ്യ. അങ്ങനെ ഇവിടെ തമ്പുരാൻ ഒരു സാധനം ഇട്ടു, എല്ലാവരും പൊടിച്ചു. അവിടെ ഒന്നും ആർക്കും ഷുഗർ കൂടിയൊന്നും എന്റെ പുസ്തകത്തിൽ വായിക്കുകയില്ല. പിന്നെ അത് തമ്പുരാൻ മേളിച്ചുട്ട സാധനമല്ലേ. ഹല്ലേലൂയ. ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് അത് മാറുകയല്ലേ അവന്റെ വായിക്കകത്ത്. അങ്ങനെ തമ്പുരാൻ ഈ ജനത്തെ നടന്ന് ഇവരുടെ പെരുറുപ്പ് ദൈവത്തിന് സഹിക്കാൻ മേല. അഗ്നിസർപ്പം, ഞാൻ ഒരു ദൂത് പറയാനായി തത്രപ്പെടുന്നത്, അഗ്നിസർപ്പത്തെ കയറ്റിവിട്ടു. കാട്ടിയോട് കടി. ആ അഗ്നിസർപ്പത്തിന്റെ പ്രത്യേകത അറിയോ? ഉപവസിച്ചാ പോകരുത്, തമ്പുരാൻ കയറ്റിവിട്ടതല്ലേ. ആ കട്ടിയോട് കടി, കാട്ടിയേക്കുന്നവനെല്ലാം തറയെ മറിഞ്ഞു വീടുക. കൂടെ പറഞ്ഞേ, പ്രാർത്ഥിച്ചുകൊണ്ട് പോവാ. ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയാൽ മതി. കാട്ടി മേടിച്ചവനെല്ലാം വീണ് ചോരത്തളി ആചരിച്ചവരുടെ കൂട്ടത്തിൽ പട്ടപ്പട്ട വീണ് പെട്ടെന്ന് ചാകുക. ഓടിച്ചെന്ന് വെച്ച് മോശ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ച്, അപ്പ ഞാനിവരെ ഗർഭത്തിൽ ചുവന്നോ? ഞാനിവരെ എന്തിനാ ഇങ്ങനെ, എന്ത് ദോഷമായി ചെയ്യുന്നത്? മോശ പറയും, തമ്പുരാനെ ഇനി ഒരാളെ കൊല്ലുന്ന നീ എന്നെ അങ്ങ് കൊല്ല്. ഒരു ദൈവദാസന്റെ മനോവേദന നിങ്ങൾ കണ്ടോ? എന്നെ അങ്ങ് കൊല്ല്. ഇവൻ എഴുന്നേറ്റ് വന്ന നാളെ ഉദ്ദേശിയെ തെറി വിളിക്കാനുള്ളതാ. മനസ്സിലായില്ല? പിന്നെ ശൗലിന് ഭൂതം കയറി ഇങ്ങനെ ഇരിക്കുക. ശൗല് ഭൂതം കയറി ഇരിക്കുക. എന്നിട്ട് ദാവീദ് അവിടെ നിന്ന് പാട്ട് പാടുക. ദാവീദ് അങ്ങോട്ട് കിന്നരത്തോട്ട് കൈവച്ച് പാടാൻ തുടങ്ങുമ്പോൾ ശൗലിന്റെ ദുരാത്മാവ് മാറുമ്പോൾ പുള്ളി ബൈബിള് തപ്പുവല്ല പ്രാർത്ഥനയ്ക്ക് പോകാൻ, കുന്തം തപ്പുക അവനിട്ട് കുത്താൻ. മനസ്സിലായില്ല? കുന്തം തപ്പുക. എന്നിട്ട് ഈ പുള്ളി കുന്തം എടുത്തിട്ട് ഭിത്തി വെച്ചായിരിക്കുന്ന ദാവീദ് ഒറ്റ കുത്ത. വാഗ്ദത്തമുള്ള ദാവീദിനെ ദൈവം മാറ്റുമ്പോ അഭിഷേകമുള്ളവനെ കുത്തിയപ്പോ അവന്റെ ഭിത്തിക്ക് തന്നെ തൊള. എന്നിട്ടോ ശൗലിന്റെ പരിചയെല്ലാം പോപ്പിക്കൂടെ പോലെ ശൗലിന്റെ കുന്തെല്ലാം വളഞ്ഞു പോകാനുള്ള കാര്യം എന്നറിയോ? അഭിഷേകമുള്ളവനെ കുത്തി വളഞ്ഞത് അത് മുഴുവൻ. സാന്നിധ്യമുള്ളവനെതിരെ ഒരാൾ പോരാടിയാൽ അത് നിന്റെ അല്ല തകർച്ച, പോരാടുന്നവന്റെ തകർച്ചയാണ്. അത് കേരളം കണ്ടിട്ടുണ്ട്. ഓട്ടെ, മോശകടന്നക്കാരെ നിങ്ങൾ എന്നോട് കൂടെ പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയാ വരുന്നത്. മോശകടന്നക്കാരെയാ തമ്പുരാൻ പറഞ്ഞു, മോശേ പിച്ചള സർപ്പത്തെ ഉണ്ടാക്ക്. അപ്പൊ ഈ മോശയുടെ വീട്ടിൽ ഇങ്ങനെ ഈ രൂപകൽപ്പനയ്ക്ക് ഇവര് ഇച്ചിരി പ്രാവീണ്യം ഉള്ളവരാന്നുള്ളതിന് തെളിവ് കാളക്കുട്ടീനെ അഹരോൻ ഉണ്ടാക്കിയില്ലേ? മോശയോട് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു. അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് ചോദിച്ചോ? പുള്ളിക്ക് അതൊക്കെ നല്ല കൃത്യമാ. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വെച്ച് തമ്പുരാൻ പറഞ്ഞു, എടാ കൊടിമരത്തിൽ, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? എല്ലാരും ഉണ്ടോ? പ്ലീസ് ഉണ്ടോ? കൊടിമരത്തെ തറയ്ക്കടാന്ന് പറഞ്ഞു. കൊടിമരത്തെ തറയ്ക്കടാ, തൂക്കുക, തറയ്ക്കടാ. ഈ പുള്ളി ഇത് കൊടിമരത്തെ തറച്ച ഒറ്റ അനൗൺസ്മെന്റ്,
അഗ്നിസർപ്പം കടിച്ചവരെല്ലാം ഇതേ നോക്കിക്കോളാൻ പറഞ്ഞു. നോക്കുന്നവന് വിടുതൽ. അപ്പൊ നോർമലി ആ തൂക്കിയിട്ടിരിക്കുന്ന ആ പാമ്പയിൽ നിന്ന് എന്തെങ്കിലും വ്യാപരിച്ചെന്ന് നമ്മൾ പ്രസംഗിച്ച കുഴഞ്ഞില്ലേ? അതെ, നോക്കുന്നവന് വിടുതൽ. അപ്പൊ അതേ എന്തെങ്കിലും വ്യാപരിച്ചെന്ന് നമ്മൾ പ്രസംഗിച്ചാൽ തീർന്നില്ലേ കച്ചവടം? തമ്പുരാന്റെ ഓരോ എക്യുപ്സുമായിട്ടും ഈ സാധനത്തിന് ബന്ധമില്ല. ഇതിങ്ങനെ കിടക്കുന്നു. ഇത് നിങ്ങൾ എന്നെ കേൾക്കാൻ കയറി ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അറിയത്തില്ല. അയ്യോ, ഹല്ലേലൂയ. മോശ പറഞ്ഞു, ഇത് നോക്ക്. ഒരുത്തൻ പറഞ്ഞു, എടാ ഏതായാലും ചാകാൻ പോവല്ലേ. ഇന്നാളെ രണ്ട് പറഞ്ഞ പോലെ ഏതായാലും ചാകാൻ പോവാ, പെന്തിക്കോസിലൂടെ പോയിട്ട് ചാകാന്ന് പറഞ്ഞ പോലെ ഏതായാലും ചാകാൻ പോവല്ലേ, അതിലിട്ടൊന്ന് നോക്കിയേക്കാം. ഇങ്ങനെ നിലത്ത് കിടന്ന് പാമ്പിന്റെ കടിയേറ്റ് പലരും പിടഞ്ഞു മരിക്കുമ്പോ ഒരുത്തൻ പറഞ്ഞ് നാശം പിടിക്കാൻ ഞാൻ അതിലോട്ടൊന്ന് നോക്കാൻ പോവാന്നത്. ഒരുത്തൻ ഇങ്ങനെ അതിലോട്ട് നോക്കി ഇങ്ങനെ. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു രാമ്യം പറയാവോ? ഇതിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മോശയുടെ അടുത്ത അനൗൺസ്മെന്റ് വന്നു, അതേ നോക്കിയവനെ താഴെ നോക്കരുതെന്ന് പറഞ്ഞു. ഈ ചിലർ വിടുവിക്കപ്പെടാത്തതിന്റെ കാര്യം എന്നറിയോ? പ്രാർത്ഥനയ്ക്ക് വന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ട് പാസ്റ്ററോട് പറയാം, എന്റെ പേര് പള്ളിയിൽ നിന്ന് വെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നിന്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. മേളിലോട്ട് നോക്കിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മോശ പറഞ്ഞു, താഴോട്ട് നോക്കരുത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോണേ, ഞാൻ അപ്പുറത്ത് ഒരു പോയിന്റിലേക്ക് കയറാവുള്ളൂ. ഈ വാക്യം നിങ്ങൾ സംഖ്യാപുസ്തകത്തിൽ നോക്കിയാൽ കാണുകയില്ല. വേണ്ടവരെടുത്താൽ മതി, അല്ലാത്തൊരു കളഞ്ഞേര്, വേണ്ടവരെടുത്താൽ മതി എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മോശ പറഞ്ഞു, താഴോട്ട് നോക്കരുത്. ഒരുത്തൻ ഇനി താഴോട്ട് നോക്കാൻ പറ്റുകയില്ല. പണ്ട് പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരുന്നവൻ ഇപ്പൊ പ്രശ്നത്തെ നോക്കാൻ പറ്റുന്നില്ല. ഓ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നിട്ട് ഇവനിങ്ങനെ ഈ കിടന്നോണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തപ്പുക, ഇവിടെ എങ്ങനെ പാമ്പുണ്ടോ, അങ്ങനെ നോക്കിക്കൊണ്ട് കൈ കൊണ്ട് തപ്പുക, ഇവിടെ എങ്ങനെ പാമ്പുണ്ടോ. അടുത്ത് നിൽക്കുന്നതിനോട് പറഞ്ഞു, എടാ നീ വിച്ചല സർപ്പത്തെ നോക്കിയോ? അവൻ പറഞ്ഞു, അച്ഛൻ ഞാനും നോക്കിക്കൊണ്ടിരിക്കുക, താഴോട്ട് നോക്കാൻ പറ്റിയല്ലേ. എടാ നമ്മളെ കടിച്ച പാമ്പെന്ത്? ഇവർ നോക്കിയിട്ട് പാമ്പിനെ കാണുന്നില്ല. കേട്ടില്ല? ഇതേ, ഓ എന്റെ പൊന്നോ, ഇതേ നോക്കിയ സമയം മുതൽ താഴെ നോക്കിയിട്ട് എന്ത് കാണുന്നില്ല. മൂന്നാമത്തിനോട്, ചേട്ടാ നീ പാമ്പിനെ കാണുമ്പോൾ ഞാനും കാണുന്നില്ല, മറ്റവൻ നീയും കാണുന്നില്ല. ആമേ, എല്ലാവരും കൂടെ നോക്കിയിട്ട് താഴെ ഇന്നലെ വരെ കടിച്ച പാമ്പിനെ കാണുന്നില്ല. അതിന് അവർ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേൾക്കണോ? എടാ ഇനി ആ പാമ്പ് വരികയല്ലടാ, ആ പാമ്പിനെ ആ തറച്ചു വെച്ചിരിക്കുന്നത്. ഒൻപതാമത്തെ ദിവസം ഈ ദൂത് പറയാനാ ഞാൻ ഇവിടം വരെ വന്നത്. നിന്റെ കുടുംബത്തിനകത്ത് ഇഴഞ്ഞതിന് ആമേൻ തറച്ചു വെച്ചിരിക്കുന്ന നിന്റെ തലമുറയ്ക്കെതിരെ ദൈവാത്മാ പറയുന്നു, അത് ഇനി നിന്റെ വീട്ടിൽ ചലിക്കുകയില്ല. കാരണം വീണ്ടെടുപ്പുകാരനായ മോശ വളരെ ആഴമായി സഭയോട് ദൈവം ഇടപെടുകയാ. ഇന്നലെ വരെ ഇഴഞ്ഞത് ഇനി ഇഴയേല. ഇന്നലെ വരെ ചീറ്റിയത് ഇനി ചീറ്റിയല്ല. കാരണം അതിനെ ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ദൂതൻ ഇപ്പോൾ ഇറങ്ങുന്നു. ചില വീടുകളിൽ യഹോവയുടെ ദൂതൻ ഇന്ന് പകല് ദൈവത്തിന്റെ ഏഞ്ചൽസ് ചില വീടുകൾക്കകത്ത് ഇറങ്ങുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ ചില വീടിന്റെ അകത്ത് ഇറങ്ങുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ ചില വീടിന്റെ അകത്ത് യേശുവിൻ ഇനി അത് ചലിക്കുകയില്ല. അത് നിന്റെ തലമുറയെ തൊടുകയില്ല. അത് നിന്റെ വീടിനെ തൊടുകയില്ല. അത് നിന്റെ ആരോഗ്യത്തെ തൊടുകയില്ല.
Come on, come on. Somebody. ആമേൻ, ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ദൂതന്മാർ നിന്റെ വീട്ടിൽ ഇറങ്ങുകയാ. നാളെയല്ല, ഇത് ഹോളി സ്പിരിറ്റിന്റെ ടൈമാണ്, ഇത് ആത്മാവിന്റെ ടൈമാണ്, ഇത് അഭിഷേകത്തിന്റെ ടൈമാണ്. യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. അതിനെ തറയ്ക്കുന്നു, ആ രോഗത്തെ തറയ്ക്കുന്നു, ആ ശാപത്തെ തറയ്ക്കുന്നു, ആ ഭയത്തെ തറയ്ക്കുന്നു, ആ പോരാട്ടത്തെ തറയ്ക്കുന്നു. ഒരു മിനിറ്റ് എന്നെ ഒന്ന് കേട്ടു നോക്കിക്കേ. ഇരിക്കണ്ട, ഞാൻ യോഗം നിർത്തുകയാ. ഒരു മിനിറ്റ് ഒന്ന് കേട്ടു നോക്ക്. നോർമലി ആമേൻ, നമുക്ക് ഇന്ന് ഈ പകൽ ഒന്നുകൂടെ പറയാം. നോർമലി നിങ്ങൾ പറ, നിങ്ങളുടെ പാസ്റ്ററോട് ചോദ്യം, ഞാൻ ഈ തൊണ്ട അലച്ചത് മുഴുവൻ പഴയ നിയമത്തിലെ ജനത്തെ കടിച്ച പാമ്പിനെ പഴയ നിയമത്തിലെ മധ്യസ്ഥൻ തറച്ച കാര്യമാണ്. ഇതുകൊണ്ട് എനിക്ക് എന്നാ നേട്ടം? മറുപടി പറയാം, ഞാൻ നിൽക്കുന്ന പുതിയ നിയമത്തിലാ. എനിക്കിവിടെ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവന്റെ പേര് യേശു എന്ന. ഇന്ന് പകൽ പഴയ നിയമത്തിലെ പാമ്പിനെ പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരൻ തറച്ചെങ്കിൽ എനിക്കെതിരെ ചലിക്കുന്നതിനെ തറയ്ക്കാൻ എന്റെ വീണ്ടെടുപ്പുകാരൻ ഇന്ന് പകൽ എന്നെ നോക്കിയേ. നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ വീടിനകത്ത് ചലിക്കുന്ന വ്യാപാരത്തെ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളിയെ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ നന്മയെല്ലാം ഓട്ടയുള്ള സഞ്ചിക്കകത്ത് കൂലിക്കാരൻ കൂലിയിടുന്നത് പോലെ പിശാച് ചോർത്തിയെടുക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ആരോഗ്യത്തെ ആമേൻ തകർത്തു കളഞ്ഞ് ആശുപത്രി വരാന്തകളിൽ നിങ്ങളുടെ പണത്തെ വെട്ടി വിഴുങ്ങുന്ന ദുരാത്മ മണ്ഡലങ്ങളെ നിങ്ങൾക്കറിയാവോ? ഇന്ന് പകൽ അതിനെ തറയ്ക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഇതൊരു നല്ല പകലാ. ഇനി അത് മൂവ് ചെയ്യത്തില്ല. ആമേ, ഇവിടെ ഇടയില്ലാത്തോണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പോട്ട് വിളിക്കാത്തത്. ഇനി അത് മൂവ് ചെയ്യേല. ഒരു വാക്കൂടെ പറയാം, ശ്രദ്ധിച്ചേ. അത് ഞാൻ ബിജു പാസ്റ്ററോട് പറയാം. 3 പേരുടെ ചരിത്രത്തിൽ ഈ ദൂത് തീരും. 1, പാമ്പിന്റെ മുമ്പിൽ തോറ്റുപോയ ആദാം. 2, പാമ്പിനെ തറച്ച മോശ. പുതിയ നിയമത്തിൽ വന്നപ്പോ ദൂത് മാറി. ആദാം പാമ്പിന്റെ മുമ്പിൽ തോറ്റു, മോശ പാമ്പിനെ തറച്ചു, പൗലോസ് പാമ്പിനെ കത്തിച്ചു. എത്ര പേര് ശ്രദ്ധിച്ച്, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ പാമ്പിനെ ഇന്ന് എന്റെ വീണ്ടെടുപ്പുകാരെ തറയ്ക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കും? നിങ്ങള് പറ്റുന്നവരെ കസേര വിട്ട് മുമ്പോട്ട് വന്നാട്ടെ, പറ്റുന്നവർ മുമ്പോട്ട് വന്നാട്ടെ. ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോകുകയാ. Please, all of you, please come forward. Thais Baya, Hamzaya, Raktala Ramaushas, Vitalbiana, Samtarasiya. ഞാൻ നിങ്ങളെ മുൻപോട്ട് വിളിച്ചത് നിങ്ങളോട് ഓരോരുത്തരോടും പറയാൻ എൻ്റെ കയ്യിൽ ദൂതുള്ളത് കൊണ്ടല്ല. ഈസ് ദ ടൈം ഓഫ് ഗാഡ്. നിങ്ങളും ആത്മാവിൽ കണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ വരെ എഴഞ്ഞതിനെ ഇന്ന് ആണിയെ വെച്ച് തറയ്ക്കാൻ പോവുക. ഇന്നലെ വരെ നിങ്ങളെ രോഗിയാക്കിയതിനെ, ഇന്നലെ വരെ നിങ്ങളുടെ വീടിനകത്ത് നന്മകളെ എനിക്കറിയില്ല, ഞാൻ ആത്മാവിൽ അത് ഫീൽ ചെയ്യുന്നു. ചില വീടുകളിൽ ആ വിടുതൽ നടക്കാൻ പോകുകയാ. നാളെയല്ല, ഈ 9ാമത്തെ ദിവസം എന്നെ നോക്കിയേ. 2 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആ ദൂതിന്റെ ഗൗരവം മനസ്സിലാകും. മക്കളെ, പുതിയ നിയമത്തിൽ പാമ്പിനോട് നിനക്ക് വല്ല കേൾക്കാം ഞാൻ പറയുന്നത്. പാമ്പിനോട് ബന്ധപ്പെട്ട് 2-3 വാക്യങ്ങൾ കിടപ്പുണ്ട്. 1ാമത്തെ വാക്യം കിടക്കുന്നത് അവർ പെരുമ്പാമ്പിനെ മെതിക്കൂ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ ദിവസം പെരുമ്പാമ്പിനെ മെതിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കാം. 2, വിശ്വസിക്കുന്നവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. 3ാമത്തത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ.
യേശുവിൻ നാമത്തിൽ ആ സ്പിരിറ്റുകൾ അഴിയട്ടെ, ആ വെല്ലുവിളികൾ അഴിയട്ടെ. അഴിയുന്നു, അഴിയുന്നു, അഴിയുന്നു. യേശുവിൻ നാമത്തിൽ ഉറക്കെ വിളിക്ക്, യേശുവേ. അഴിയുന്നു, ആ വെല്ലുവിളികൾ അഴിയുന്നു. രോഗിയാക്കിയത്, ഉദരത്തെ ബന്ധിച്ചത്, നട്ടലിനെ ബന്ധിച്ചത്, സാമ്പത്തികത്തെ ബന്ധിച്ചത്, തലമുറകളെ ബന്ധിച്ചത്, അവരുടെ ചിന്തകളെ ബന്ധിച്ചത്, യേശു ക്രിസ്തുവിൻ അധികാരം അഴിയട്ടെ, അഴിയട്ടെ. വിട്ടുകൊടുക്ക്, അതിനെ ചവിട്ട്. വിട്ടുകൊടുക്ക്, അതിനെ ചവിട്ട്. ഞാന് എപ്പോഴും പറയുന്ന രണ്ട് പദങ്ങൾ പറയാം. മെതിക്കുക എന്ന വാക്ക് കറ്റയോട് ബന്ധപ്പെട്ട വാക്കാണ്. ലോകത്തിൽ വേറെ ഒരിടത്തും മെതിക്കുക എന്നുള്ള വാക്ക് ആപ്റ്റ് ആകുകയില്ല. കറ്റയോട് ബന്ധപ്പെട്ട വാക്കാ മെതിക്കുക. എന്താ മെതി എന്ന പ്രോസസ് പറയാം. എനിക്ക് വേണ്ടത് നെല്ലാണ്. എനിക്ക് വേണ്ട നെല്ലിനെ വേണ്ടാത്ത കച്ചി പിടിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ചവിട്ടുമ്പോൾ കച്ചിയും നെല്ലും തമ്മിലുള്ള ബന്ധം വിടും. ഇന്ന് പകൽ നിങ്ങൾ പാമ്പിനെ മെതിച്ചാൽ അവന്റെ വായിലിരിക്കുന്ന ചിലത് ഇന്ന് പകൽ പുറത്തു വരും. യിരെമ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, ഞാൻ വേൽ വിഴുങ്ങിയതിനെ അവനെ കൊണ്ട് ഛർദ്ദിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ, വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ. എല്ലാം മറന്ന് ആരാധിക്ക്. വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ, വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ, വാഗ്ദത്തങ്ങൾ